തച്ചോളി ഉദയനന്റെ തറവാട്ടിൽ പിറന്ന അനന്തൻ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടാനെന്നും തീരുമാനിച്ചിട്ടില്ല. വേണ്ട, അനന്ത് ഒന്നിനും നിൽക്കണ്ട. എങ്കിൽ സാവിത്രിക്കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അനുസരിക്കാം. വീരചരമമടഞ്ഞ തച്ചോളി തറവാട്ടിലെ പിതാമഹന്മാർ മുകളിൽ നിന്ന് പരിഹസിക്കുമായിരിക്കും. എനിക്കതൊരു പ്രശ്നമല്ല. ഉമ്മിണിത്തങ്കയെയും ഉണ്ണിയാർച്ചയെയും സാവിത്രിക്കുട്ടിയെയും പോലുള്ള വീരാംഗനകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഈ അനന്തന് കഴിയില്ല. അടുത്ത ബസ്സിന് തന്നെ ഞാൻ പുറപ്പെടുകയായി. ചീങ്കണ്ണി രാമു? അതെ, 2-3 പേരെ കൊന്നിട്ടുള്ള വലിയ റൗഡിയാണ്. സാമിയും വെങ്കിടിയും കൂടി അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. നീ ഒന്ന് ചുമ്മാ ഇരിക്കുക. ചീങ്കണ്ണി മുതലേ അതൊക്കെ നമ്മളെ വരട്ടാൻ വേണ്ടി ഇറക്കുന്ന ഓരോ നമ്പരാ. ഏയ്, ഇതങ്ങനെയല്ല. അപ്പുണ്ണി മാഷ് ഇപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല, ആ കളരിക്കാരനെ മാത്രം തട്ടിയാൽ മതി എന്നാ പറഞ്ഞിരിക്കണേ. കൊണ്ടുവരട്ടെ. ചീങ്കണ്ണി വരുമ്പോ അനന്തനോട് ഇല്ലായിരുന്ന പോരെ? അനന്തൻ നാട്ടിലേക്ക് പോയിക്കോ. അങ്ങനെ ഞാനൊരു ഒളിച്ചോട്ടം നടത്തിയാൽ സാവിത്രിക്കുട്ടി എനിക്ക് നഷ്ടപ്പെടും. തന്നെയുമല്ല, ഒരു റൗഡിയെ പേടിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒളിച്ചോടി പോകാനാണെങ്കിൽ പിന്നെ ആണുങ്ങളാണെന്ന് പറഞ്ഞ് മീശം വെച്ച് നടന്നിട്ട് എന്താ കാര്യം? ഞങ്ങളെ വിശ്വസിച്ചിറങ്ങിയ പെൺകുട്ടികളുടെ ഗതി എന്താവും? ഏതായാലും ഞാൻ വീട്ടിൽ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. അതെന്തിനാ? രണ്ടും കൽപ്പിച്ച് ഞാൻ ചീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ രക്തസാക്ഷി. അമ്മേ, ദേ ഏട്ടൻ വന്നു. എന്താ ഏട്ടാ വൈകിയത്? ഏട്ടനെ കാണാഞ്ഞ് അമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു കത്തെങ്കിലും അയക്കാൻ എന്താ? ഒട്ടും റെസ്റ്റ് ഇല്ലായിരുന്നു. ഡേ നൈറ്റ് വർക്കാ. അതെന്ത് ജോലി? ഒരു കത്തെഴുതാൻ പോലും നേരം കിട്ടാത്തെ? അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അല്പം കുറവുണ്ട്. അനന്തേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. ഇന്നലെ പോയതാ, ഇതുവരെ വന്നില്ല. അമ്മേ, അമ്മേ, അമ്മയുടെ കരച്ചില് കാണാനാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്? വീട് വിട്ട നീ ഞങ്ങളെല്ലാവരെയും മറക്കുമല്ലേ കൂട്ട? മറന്നിട്ടൊന്നുമല്ല അമ്മേ, കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. എന്താ നിന്റെ ജോലി? ഒരു സ്വാമിയുടെ കടയിൽ കണക്കെത്താ. ആ സ്വാമിയുടെ കഷ്ടകാലം. അതെന്താ? കണക്കിന് 0 മാർക്ക് വാങ്ങിച്ച ആളാ. സ്വാമിയുടെ കണക്കും അത്രേ കാണും. മതി മതി, നിർത്ത. അനന്തേട്ടൻ വന്നപ്പോ രൂപ വല്ലതും കൊണ്ടുവന്നു അമ്മേ? പിന്നെ ആ രൂപ കൊണ്ട് 1 കിലോ സ്വർണം വാങ്ങി വെച്ചിട്ടുണ്ട്, പെൺപിള്ളേരുടെ കല്യാണം നടത്താൻ. ഡോക്ടർ ഒരു ടോണിക്കിന് എഴുതി തന്നിട്ട് ഇതുവരെ വാങ്ങിയില്ല. ചേട്ടന്റെ കയ്യിൽ രൂപ വല്ലതും ഉണ്ടോ? പെട്ടെന്ന് പോകുന്നതുകൊണ്ട് സ്വാമിയുടെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങാൻ പറ്റില്ല. പിന്നെ എനിക്ക് അനന്തേട്ടനെ കാണേണ്ട അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഇനി എവിടെ പോയാ തപ്പുന്നത്? എനിക്കാണെങ്കിൽ ഉടനെ മടങ്ങിപ്പോവുകയും വേണം. നീ ആ പരമുവിന്റെ കടയിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അവൻ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന്. ചേട്ടന് ഇത് എവിടെയായിരുന്നു? അറിഞ്ഞേ തീരുള്ളൂ നിനക്ക്. ചേട്ടന് ഈ വീടിനോട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? കളരിയും അഭ്യാസവും ഒക്കെ ആയിട്ട് നാട് ചുറ്റി നടന്നാ മതിയല്ലോ. എന്നെ നീ ഉത്തരവാദിത്വം ഒന്നും പഠിപ്പിക്കണ്ട. നിന്നോട് ആര് പറഞ്ഞു എന്റെ പേരും പറഞ്ഞ് കണ്ട നാട്ടുകാരെയൊക്കെ പറ്റിച്ചടക്കാൻ? ഞാൻ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. നുണ പറയുന്നോടാ പട്ടി. എനിക്ക് കുരുക്കം കൊടുത്തയച്ച കത്തും കൊണ്ട് നീ പോയില്ലേ? കളരി എന്താണെന്ന് എനിക്കറിയാമോടാ? എനിക്ക് കളരിയൊന്നും അറിയില്ല, പക്ഷേ ഈ വീട്ടിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാം. കളരി അഭ്യാസം എന്നൊക്കെ പറഞ്ഞു നടന്നാൽ വയറ് നിറയില്ല ചേട്ടാ. പാചകത്തിന് നീ പണ്ടും മോശമൊന്നുമല്ല. ആൾമാറാട്ടം നടത്തിയിട്ട് നിന്ന് ന്യായം പറയുന്നോ? പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അത് ചേട്ടനോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. നീയൊക്കെ പ്രശ്നത്തിൽ കുടുങ്ങാതിരുന്നാലേ അത്ഭുതമുള്ളൂ. അതല്ല ചേട്ടാ, എന്റെ ജീവൻ പോലും അപകടത്തിലാണ്. ചേട്ടന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. നോക്ക്, നിന്നെ രക്ഷിക്കാനും ഞാനില്ല, ശിക്ഷിക്കാനും ഞാനില്ല.
എവിടെ പോയിരിക്കുക? അനന്തനോ? അനന്തൻ എവിടെയാ ചോദിച്ചത്? എനിക്കറിയില്ല. എനിക്കറിയില്ല. കുറച്ചു മുമ്പ് പുലിയപ്പടം വഴി പോകുന്നത് കണ്ടു. അതാ പോയിരിക്കുന്നു. വേഗം എടുത്തോണ്ടോ. കൊച്ചനെ നിന്റെ കളരിയൊന്ന് കാണട്ടെ. അത് പിന്നെ എന്തായി? നമ്മുടെ പരിപാടി എല്ലാം പൊളിഞ്ഞാ തോന്നുന്നു. എന്ത് പറ്റി? അല്ല, ചേട്ടൻ വലിയ കളരിയാശാനെന്ന് പറഞ്ഞിട്ട് പോത്തിനെ പോലെ അടി വായിക്കുന്നു. അയ്യോ, അല്ല അപ്പോട്ടിനെ പോലെ അയാളും പടായാന്നോ? അതൊന്നുമല്ല. അനന്തേട്ടൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അയ്യോ, മനസ്സിൽ കണ്ടിട്ട് കാര്യമില്ല. ആദ്യം ശരീരം പടക്കാൻ നോക്കണ്ടേ? അല്ല വേണം, അങ്ങോട്ട് പോ. എന്നാലും വേണ്ടില്ല, ഇതിങ്ങനെ കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ വരുന്നെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ ശരിയല്ല. നമുക്ക് വിവരം പോലീസിനെ അറിയിച്ചാലോ? പോലീസ് നമ്മളെ ചോദ്യം ചെയ്താൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കും. അവനെ നാല് കിട്ടിയപ്പോണ്ടല്ലോ അവന്റെ ശരീരത്തിൽ വളരെ ഇളകിളയും ഇതാ പറയുന്നത്. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കുന്ന കല്ലിനും കൊണ്ടാണ് സൗരഭ ചേട്ടന്റെ മനസ്സിന് കിട്ടാതിരിക്കുമോ?
അവനെപ്പോഴും ഒറ്റപ്പാടെത്തി വലിയ നടമ്പുത്തി. വാടാ ഇനി കണ്ടാലും സാരമില്ല. അനന്തു, ആരാ ഇത്? അനന്തു. അതെ, ഞാൻ തന്നെ. മനസ്സിലായില്ല? എന്റെ കളരി കണ്ടിട്ടുള്ള ആരാധികയാണോ? ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ സാവിത്രിക്കുട്ടി. ഇയാളാണല്ലേ ഈ കഥയിലെ നായിക? അതെ. അതാരാ? ഗായത്രി, സാവിത്രിക്കുട്ടിയുടെ ചേച്ചി. ഓ, അയ്യോ എന്റെ പൊന്നിയേട്ടാ, അപ്പുക്കുട്ടനെ പോലെ 1.5 മാസം മുമ്പ് തുടങ്ങിയത് നല്ലത്. 1.5 വർഷമായി. ഓ സാവിത്രിക്കുട്ടി, ഇവൻ എന്റെ അനിയനാ അപ്പുക്കുട്ടൻ. ഞങ്ങൾ ഇരട്ടകളാ. ആദ്യം എന്നെ പ്രസവിച്ചത് കൊണ്ടാ ഞാൻ ചേട്ടനായി പോയത്. കളരി അറിയില്ലെങ്കിലും പ്രേമിക്കാനൊക്കെ ഇവൻ മിടുക്കനാ. സാവിത്രിക്കുട്ടി, എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ? എന്റെ മനസ്സിൽ തച്ചോളി തറവാട്ടിലെ അവസാനത്തെ കണ്ണി, കളരി ആശാൻ, ചൂണ്ടുമർമ്മക്കാരൻ, ഞാനിതൊന്നുമല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കളരിയും അഭ്യാസവും എന്നൊക്കെ കേട്ടപ്പോ വടക്കമ്പാട്ടിലെ ഒരു വീരനായകനായി എന്നെ കണ്ടു. നിർത്തണം നിന്റെ വാചകം. മനസ്സിലായി സാവിത്രിക്കുട്ടി, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മനസ്സിന്റെ പരിഭവം അല്ലേ? ജീവിക്കാൻ അവന് കളരിമുറകൾ വേണമെന്നൊന്നുമില്ല, നാക്ക് മാത്രം മതി. ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. ഇനി ഒന്നും നോക്കാനില്ല. സ്വാമി ആൾക്കാരെ കൂട്ടി വരുന്നതിന് മുമ്പ് നിങ്ങൾ അപ്പണ്യ മാഷം കൊണ്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി. നാരദനെ ഒരു പാരയായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. പക്ഷെ നാരദന്റെ ലക്ഷ്യം നന്മ മാത്രമാണെന്ന് അധികം ആൾക്ക് അറിഞ്ഞുകൂടാ. അല്ലേ അനന്ത? അല്ലേ അല്ലേ അനന്ത? ചായ തരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? കൊണ്ടുവരുന്നു.